നമസ്കാരം. പാകിസ്ഥാനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ പട്ടാള ഭരണത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. അസീം മുനീർ അവിടെ പ്രസിഡന്റ് ആവുമെന്ന് പറയുന്നു. അടുത്ത ദിവസം വന്ന് ഷഹബാസ് ഷെരീഫ് പറയുന്നു അസീം മുനീർ അങ്ങനെ പട്ടാള മേധാവിയുടെ സ്ഥാനത്ത് നിൽക്കും, അല്ലെങ്കിൽ പ്രസിഡന്റ് ഒന്നും ആവത്തില്ല എന്ന് പറയുന്നു. പക്ഷേ അസീം മുനീർ അവിടെ ഒരു പട്ടാള ഭരണം കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്നു. ഇന്ത്യക്ക് നേരെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഒരു പോർവിളി നടത്തുന്നു. ഇപ്പോ അസീം മുനീറിന്റെ തലയ്ക്ക് ലക്കും ലെവലും ഒന്നും ഇല്ലേ എന്നടക്കം സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം കിട്ടിയതൊന്നും പോരെ. കാരണം നമ്മുടെ ഭാരതത്തെ ചൊറിയാൻ വന്നു, നമ്മൾ കണക്കിന് തിരിച്ചു കൊടുത്തു. അവരുടെ കറാച്ചി, റാവൽപിണ്ടി അടക്കം കംപ്ലീറ്റ് വ്യോമത്താവളങ്ങൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തിട്ടും സമ്പൂർണ്ണമായി അവരെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടും വീണ്ടും വാടാന്ന് പറഞ്ഞുകൊണ്ട് അസീം മുനീർ നിൽക്കുമ്പോൾ അസീം മുനീറിന്റെ തലയ്ക്ക് അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും അസീം മുനീറിന് പ്രശ്നമുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അസീം മുനീർ ഒരു യുദ്ധക്കൊതിയനാണ്. എത്ര കിട്ടിയാലും മതിയാവാത്ത അല്ലെങ്കിൽ ഒരു തൃപ്തി വരാത്ത ഒരു പട്ടാള ജനറലാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോഴൊരു പട്ടാള ഭരണത്തിലേക്ക് പോകുന്നു എന്ന ഒരു സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഒരു സംഭവ വികാസങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിൽ അരങ്ങേറുന്നതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ സൈനിക മേധാവിയും ഫീൽഡ് മാർഷലുമായ അസീം മുനീർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും പാകിസ്ഥാൻ സർക്കാരിനെയും തന്നെയും ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ ചില സൂചനകൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരികയാണ്. പാക് സർക്കാരിന്റെ മേധാവിയായി അറിയപ്പെടുന്ന പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പകരം അസീം മുനീർ വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് അസീം മുനീർ ശ്രീലങ്കയും ഇന്തോനേഷ്യയും സന്ദർശിക്കുന്നു എന്നത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ജൂലൈ 21 ശ്രീലങ്ക സന്ദർശിച്ച ശേഷം ജൂലൈ അവസാനത്തോടെ അസീം മുനീർ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയും സന്ദർശിക്കും. ഇന്തോനേഷ്യയും പാകിസ്ഥാനും തമ്മിൽ ഏറെ നാളായുള്ള പിണക്കം തീർക്കാനാണ് ഈ സന്ദർശനം എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. നേരത്തെ ബംഗ്ലാദേശിനെ ഒപ്പം ചേർത്തതുപോലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യയും കൂടി കൂടെ നിർത്താനാണ് അസീം മുനീറിന്റെ ലക്ഷ്യം. എന്തായാലും ഷഹബാസ് ഷെരീഫിനെ മറികടന്ന് രാജ്യത്തെ പ്രതിനിധീകരിച്ച് മറ്റ് രാഷ്ട്ര നേതാക്കളെ സന്ദർശിക്കാനുള്ള അധികാരം എങ്ങനെ അസീം മുനീർ നേടിയെടുത്തു എന്നത് അത്ഭുതമാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്ന ഒരു വാർത്ത പരന്നിരുന്നു. ഇതിന് പിന്നിൽ അസീം മുനീർ ആണെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഈ വാർത്ത പാകിസ്ഥാൻ സർക്കാർ അപ്പോൾ തന്നെ നിഷേധിച്ചിരുന്നു. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പ്രതിനിധിയായാണ് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. പാകിസ്ഥാൻ ഭരിക്കുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പ്രതിനിധിയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. രണ്ട് പാർട്ടികളും ചേർന്ന് സംയുക്തമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്നത്. ഈ സർക്കാർ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നും സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപ് അസീം മുനീറിന്റെ പിന്നിൽ നിലകൊള്ളുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ മേലുള്ള ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക, പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി നേടിയെടുക്കുക വഴി ചൈനയെ ഉൾപ്പെടെ നിരീക്ഷിക്കാനുള്ള ഒരു വഴി തുറക്കുക, കൂടാതെ പാകിസ്ഥാനിലെ അപൂർവ മൂലകങ്ങൾ കൈയടക്കുക തുടങ്ങിയ ഒട്ടേറെ ഗൂഢലക്ഷ്യങ്ങൾ ട്രംപിനുണ്ട്. ഇത് അസീം മുനീറിലൂടെ നടപ്പാക്കുമെന്നാണ് ട്രംപ് കരുതുന്നത്. അതിനൊപ്പം കാശ്മീർ അസീം മുനീറിനെ കൊണ്ട് ഭീകരവാദം പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യ പാക് പ്രശ്നമുണ്ടാക്കുക വഴി ഒരു മധ്യസ്ഥന്റെ റോളിൽ പ്രസക്തിയോടെ നിലകൊള്ളുക എന്നൊരു ദുഷ്ടലാക്കും ട്രംപിനുണ്ട്. ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കൂടിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയോ പാക് പ്രസിഡന്റിനെയോ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കാതെ ആദ്യമായി പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ച് ഒരു പട്ടാള മേധാവിയെ വൈറ്റ് ഹൗസിലേക്ക് കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് ക്ഷണിച്ചത്. പണ്ട് യാഹ്യ ഖാൻ, മുഷറഫ് തുടങ്ങിയ സൈനിക മേധാവിമാരെ അമേരിക്കൻ പ്രസിഡന്റുമാർ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും അതെല്ലാം അവർ രാഷ്ട്ര മേധാവികൾ കൂടി ആയതുകൊണ്ടാണ്. ഈ പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചാണ് ട്രംപ് അസീം മുനീർ കൂടിക്കാഴ്ച നടന്നത്. കാരണം അസീം മുനീർ വെറും ഒരു ഫീൽഡ് മാർഷൽ മാത്രമല്ല, രാഷ്ട്ര തലവനല്ല. ഇത് അസീം മുനീർ എത്രത്തോളം ശക്തനാണ് എന്നതിന്റെ സൂചനയാണ്. IMF വായ്പ പാകിസ്ഥാനിൽ ലഭിക്കുന്നതിൽ വളരെ മുൻനിര റോൾ അസീം മുനീർ വഹിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ട്രംപുമായി ചേർന്ന് നിന്നാൽ സർവീസിൽ നിന്നും വിരമിക്കാറായ തനിക്ക് വീണ്ടും അധികാര സ്ഥാനത്ത് തുടരാനാകുമെന്ന സ്വാർത്ഥ ലാഭവും അസീം മുനീർ കണക്ക് കൂട്ടുന്നു. പാൽഗാം ഭീകരാക്രമണം ഉണ്ടായത് തന്നെ അസീം മുനീർ ഇന്ത്യക്കെതിരെ നടത്തിയ ഒരു പ്രകോപന പ്രസംഗത്തിൽ നിന്നാണ്. കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണെന്നും ഇന്ത്യയുടെ മേധാവിത്വത്തിനെതിരെ പൊരുതുന്ന കാശ്മീരികളുടെ സമരത്തിന് എന്തും ഒരു പിന്തുണ ഉണ്ടാകുമെന്നും കാശ്മീരിന് വേണ്ടി 3 യുദ്ധം കഴിഞ്ഞുവെന്നും ഇനി 10 യുദ്ധങ്ങൾ കൂടി ചെയ്യാൻ തയ്യാറാണെന്നുമുള്ള അസീം മുനീറിന്റെ പ്രസംഗം ഭീകരവാദികളെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. പാൽഗാം ആക്രമണം പോലും അസീം മുനീർ ആസൂത്രണം ചെയ്തതാണോ എന്ന് ഊഹിക്കപ്പെടേണ്ടതുണ്ട്. കാരണം 4 പതിറ്റാണ്ടോളം കാശ്മീരിനടുത്തുള്ള പാകിസ്ഥാന്റെ വടക്ക് അതിർത്തി പ്രദേശത്തിന്റെ സൈനിക ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അസീം മുനീർ. പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയായ ISIയുടെ മേധാവി കൂടിയാണ് അസീം മുനീർ. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് അസീം മുനീറിനെ ISI മേധാവി സ്ഥാനത്ത് നിന്നും നീക്കിയത്. രാഷ്ട്രീയ ഭരണം സൈനിക മേധാവികൾ കൈയടക്കുമോ എന്ന ഭയമായിരുന്നു അതിന് കാരണം.
കൈവെള്ളയിലെ രേഖയെ പോലെ അസീം മുനീറിന് കാശ്മീരിനെ അറിയാം. അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പട്ടാള ഭരണത്തെ ഇന്ത്യ ജാഗ്രതയോടെ കാണേണ്ടി വരും. സൈനിക ഭരണത്തിലേക്ക് അസീം മുനീറിന്റെ കീഴിലേക്ക് പാകിസ്ഥാൻ വന്നാൽ പഴയ മുഷറഫ് ഭരണം പോലെ രാഷ്ട്രീയ ഭരണവും രാഷ്ട്രീയ നേതാക്കളെയും സൈന്യം നിയന്ത്രിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്നാണ് അർത്ഥം. പൊതുവെ യുദ്ധക്കൊതിയന്മാരാണ് പാകിസ്ഥാൻ സൈനിക ജനറൽമാർ. കടുത്ത ഇന്ത്യ വിരോധികളും. ISI പശ്ചാത്തലത്തിൽ നിന്നും വരുന്നതിനാൽ ഇന്ത്യക്കെതിരെ വെറുപ്പ് നിറഞ്ഞ വർഗീയ വിരോധ കഥകളായിരിക്കും ഇവർ കേട്ടും പഠിച്ചും വളരുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളം ആർമിയാണ് പാകിസ്ഥാൻ ഭരിച്ചത്. ജനറൽമാരായ പർവേസ് മുഷറഫ്, യാഹ്യ ഖാൻ, അയൂബ് ഖാൻ, സിയ ഉൽ ഹഖ് എന്നീ പേരുകൾ ആരും മറക്കില്ല. പാകിസ്ഥാൻ ഭരണത്തിൽ പാവ സർക്കാരുകളെ വെച്ച് രാജ്യം നിയന്ത്രിച്ചിരുന്ന പട്ടാള ജനറൽമാർ. ആ പട്ടാള ഭരണത്തിന്റെ മർക്കഷ്ടമുഷ്ടിയിലേക്ക് അസീം മുനീറിന് കീഴിൽ പാകിസ്ഥാൻ തിരിച്ചു പോകുമോ എന്ന ചോദ്യവും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.